പി.വി. അൻവർ എം.എൽ.എ. തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളതാണ്. ദേശീയ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ അംഗത്വമെടുത്തു. സ്വാതി ചേരുന്നു. സ്വാതി, ഇനിയിപ്പോ പി.വി. അൻവർ ബംഗാളിലേക്ക് പ്രവർത്തനം മാറ്റുമോ അതോ കേരളത്തിൽ തന്നെ ആയിരിക്കുമോ പ്രവർത്തന മേഖല? ഷമി, കഴിഞ്ഞ ദിവസമായിരുന്നു പി.വി. അൻവർ കോൺഗ്രസിൽ ചേരുമെന്നുള്ള ഒരു വാർത്തയൊക്കെ തന്നെയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ തീരുമാനം ആയിട്ടില്ല എന്നുള്ളത് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം എടുത്തു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ദേശീയ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിലാണ് അദ്ദേഹം അംഗത്വം സ്വീകരിച്ചത് തൃണമൂൽ കോൺഗ്രസിലേക്ക്. ഇത് സംബന്ധിച്ച് അഭിഷേക് ബാനർജി തന്നെയാണ് ഇക്കാര്യം എക്സിലൂടെ അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് എക്സിലൂടെ അഭിഷേക് ബാനർജി ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി ഒരുമിച്ച് പ്രവർത്തിക്കും, അദ്ദേഹത്തെ എല്ലാ സ്നേഹത്തോടും കൂടി സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് തുറന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പി.വി. അൻവറിനെ സംബന്ധിച്ച് കുറെ കാലങ്ങളായി വലിയ ആരോപണങ്ങൾ, വലിയ വിവാദങ്ങളൊക്കെ തന്നെയും ഒരു വിവാദ മുഖമായി തന്നെ നിൽക്കുന്ന ഒരാളായിരുന്നു പി.വി. അൻവർ. എന്തായാലും ഇപ്പോൾ ഈ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഒരുവിധപ്പെട്ട പാർട്ടികളെ എല്ലാം സമീപിച്ചു നോക്കി അൻവർ. ആദ്യം DMK-യിൽ പോയി അവിടെ സ്റ്റാലിന്റെ പാർട്ടിയിൽ ചേരാനുള്ള നീക്കമൊക്കെ നടത്തി. അവർ പറഞ്ഞു ഇവിടെ ഇപ്പോൾ തൽക്കാലം സ്ഥലമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോരുന്നു. പിന്നീട് ഏതൊക്കെയോ പാർട്ടികളിൽ പ്രവേശിക്കാൻ നോക്കി, ഒന്നും നടന്നില്ല. ഒടുവിലാണിപ്പോൾ TMC-യിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഒരു പൊളിറ്റിക്കൽ വ്യൂ ആലോചിക്കണമല്ലേ, എവിടെയെങ്കിലും ചെന്ന് അഭയം പ്രാപിച്ചാൽ മതി എന്നുള്ളതാണ് അല്ലേ സ്വാതി? തീർച്ചയായും അസിത സൂചിപ്പിച്ച പോലെ തന്നെ ഈ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ ഒരു പരിഹാസ്യ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ആദ്യം ഈ സൂചിപ്പിച്ച പോലെ DMK-യിൽ എത്തുന്നു, അവിടെയും തനിക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരിടത്ത് അഭയം പ്രാപിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് അവസാനം എത്തിച്ചേരുകയാണ്. അങ്ങനെ എത്തിച്ചേർന്ന തൃണമൂൽ കോൺഗ്രസിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം. അസിത, തീർച്ചയായും സ്വാതിയാണ് വിവരങ്ങൾ നൽകിയത്.